ഇത് വിശ്വസിക്കില്ല എന്നുള്ള അറിയില്ല. എന്റെ ജാതകത്തിൽ ആക്ച്വലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടിയാവുന്ന. അങ്ങനെയാ ജാതകം നോക്കണത് ആരാ? നിന്റെ വീട്ടിലെ ഡയറക്ടർമാരാണോ ജാതകം നോക്കുന്നത്? എനിക്ക് ജാതകമേ ഇല്ല. അല്ല, അല്ലേ ഇങ്ങനെ ഒരാൾപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് പടത്തിനെ പറ്റി ചോദിക്കാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ ഇത്രയും വർഷം നിക്കുമ്പോഴേ 28 വർഷം മുമ്പ് നിന്റെ റിയൽ വയസ്സ് ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കും. കണ്ടിന്യൂ. ടെൻഷൻസ് എന്തൊക്കെയാണെന്നറിയോ? നാളെ ഇവിടെ പോകുന്നത് ഞാൻ എന്തൊക്കെ കൊണ്ടുപോവാ, ഈ ഡ്രസ് ഇത്ര ശരിയാവും, ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, മേജർ അതൊരു ടെൻഷനാണ്. ഡ്രസ്സിംഗ് അല്ലേ ഇത്? ഇവിടെ വീട് ഒരു സ്വർഗ്ഗം. അതെന്താ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോടാ. വീട്ടിൽ വരണമെന്നില്ലല്ലോ. നീ എന്റെ വീട്ടിന്റെ അകത്തൊക്കെ അല്ല, ഞാൻ പറഞ്ഞത് നിന്റെ വീട് പണിത് വെച്ചേക്കുന്നതിന്റെ സ്ട്രക്ചർ അല്ല, ഇവിടെ അച്ഛനും അമ്മയും നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഈശ്വര, ഇത് വല്ലാത്തൊരു കോമ്പാണ്. ഫേക്കാണ് ഗൈസ്. നമ്മളെയൊക്കെ ഇങ്ങനെ ഇതാക്കും, ഇത് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഒറ്റക്ക് പോയി കുഴിയിൽ വീഴും. ഷൂട്ട് നടന്നോണ്ട് ഒരു സൗണ്ട് ഇങ്ങനെ മതില് പിടിച്ച് ഷൂട്ട് കാണാൻ പോയതാ. പ്രാവശ്യം ലുക്കുക്കാന്റെ പേരായിട്ടുള്ള പെർഫോമൻസും പേര് ലുക്കുക്ക എങ്ങനെയായിരുന്നു ഈ കോംബോ ഒക്കെ? ലുക്കുക്കാന്നുള്ള ലുക്ക് വേറൊന്നുമില്ല. പ്രായത്തിലെ വ്യത്യാസം ഉറപ്പായും ലുക്കു ചേട്ടൻ ഋഷി ചേച്ചിയും കൊടുക്കണം നമ്മൾ. ജെൻസിയാവാൻ നോക്കണ്ട. ഹായ്, അതിഭീകര കാമുകൻ സിനിമയുടെ വിശേഷങ്ങളുമായി എന്റെ കൂടെ ഉള്ളത് ലുക്മാൻ അവറാൻ, ഡയറക്ടർ പ്രൊഡ്യൂസർ ഗൗതം, അശ്വിൻ വിജയൻ ആൻഡ് ദൃശ്യ. വെൽക്കം. കുറെ ആയി ഒരു റൊമാൻസ് പടം മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ എന്നൊരു കംപ്ലൈന്റ് എല്ലാരും പറയുന്നത്. അതെ, കുറച്ചായത് കേൾക്കുന്നു. ലുക്കുക്കാക്കോ അങ്ങനെ ഒരു വള ഉണ്ടെങ്കിലും വള ഒരു കംപ്ലീറ്റ് റൊമാൻസ് അല്ല. അപ്പൊ അങ്ങനെ ഒരു പടമായിട്ടാ വരുന്നത്. അതെ അതെ, ഇത് കംപ്ലീറ്റ് റൊമാൻസ് തന്നെയാണ് സിനിമ. പക്ഷെ റൊമാൻസിന്റെ പല വേരിയേഷൻസ് ഉണ്ട്. എപ്പോഴും പ്രണയം എന്ന് പറയുമ്പോൾ അതിന് പല ഫേസ് ഉണ്ടല്ലോ. അതിന്റെ എല്ലാം ഉണ്ട്. അതിന്റെ വിഷമസിക്ക, അതിന്റെ ബ്രേക്കപ്പ് ഏരിയകളുണ്ട്, അതിന്റെ എല്ലാം ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചായി, എനിക്ക് ഒരു ഇങ്ങനെ കുറച്ചല്ല, ഒട്ടും ചെയ്തിട്ടില്ല ത്രൂ ഔട്ട് ഒരു റൊമാൻറ്റിക്. അപ്പോൾ അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊരു ചാൻസ് കിട്ടിയപ്പോൾ എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അപ്പത് സിസിയും ഗൗതം ചേട്ടനും പിന്നെ ഗൗതം ചേട്ടൻ പിന്നെ ചേട്ടനല്ലാണ്ട് കോളേജ് റോളാ ചെയ്യുന്നത്. പ്രായം കുറച്ച് അപ്പൊ ഗൗതം ചേട്ടനും സിസി നിതിൻ ചേട്ടനും നിതിൻ ചേട്ടനും ഗൗതം ചേട്ടനും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ഇങ്ങനെ റൊമാൻസിന്റെ പരിപാടിയൊന്നും അങ്ങനെ അത്ര പരിചയമില്ല റിയൽ ലൈഫിൽ. കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു സാധനമുണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ പക്ഷെ ഭയങ്കര എക്സൈറ്റഡ്. അതെങ്ങനെ വരും, എങ്ങനെ ആളുകൾ ഇത് എടുക്കും. ഞാൻ ഇത് ചോദിക്കാന്ന് വെച്ചാൽ കാരണം ഇപ്പം ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത് കുറെ ക്രഷ് ഒക്കെ വന്ന് ആന്റണി ജോഷുവിനെ കണ്ടിട്ടാ, കോച്ചിനെ കണ്ടിട്ട്, കോച്ചിക്കാനല്ലേ ആ കോച്ചായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സ്ഥിരം കണ്ടിട്ടുള്ള തല്ലുമാലയിലോ അഞ്ചുകളോ ഓക്കാനിലൊക്കെ തല്ല്, റൊമാൻസ് വിത്ത് ഡാൻസ് സുലൈഖ, ഇങ്ങനെ പല സാധനം ചെയ്തിട്ടുണ്ടല്ലോ. കോളേജ് റൊമാൻസ് ഫസ്റ്റ് ചെയ്യാം, ഇതിൽ ഏറ്റവും ടഫ് ഏതാ? എല്ലാം ടഫാണ്. പിന്നെന്താന്ന് വെച്ചാൽ നമ്മളത് കണ്ട് എങ്ങനെ ഒക്കെ ടഫല്ലാന്നൊക്കെ മനസ്സിൽ വിശ്വസിച്ച് കാരണം ഏറ്റവും പ്രായം കുറവിലേക്ക് പോവാണ്. പക്ഷെ ഇതെന്താ പ്രായം കുറവെന്ന് പറയുമ്പോൾ നമ്മൾ 6 വർഷത്തിന് ശേഷമാണ് കോളേജിൽ പോകുന്നത്. സുലൈഖ മനസ്സിൽ ഇതിലൊക്കെ ചെയ്തെങ്കിലും സുലൈഖ മനസ്സിൽ പക്ഷെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ്. അത് കുറെ അത്യാവശ്യം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതാണ് ഡാൻസ് ഒക്കെ. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എനിക്ക് അതിന്റെ ഒരു ത്രൂ ഔട്ട് പരിപാടിയൊക്കെ വന്നാൽ നന്നായിരിക്കും, ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഇതിലൊരു ഭീകര പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ ഒരു സോങ് ഇപ്പൊ അടുത്ത് വരാൻ പോകുന്നുണ്ട്, ഡെല്ലുലു എന്ന് പറഞ്ഞിട്ട് സോങ് വരാൻ പോകുന്നുണ്ട്. ഇത് വന്നാൽ ഇതുവരെ ലുക്കുവിന് എനിക്കാണ് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല. ആദ്യമായിട്ടായിരിക്കും. അതെ അതൊരു കട്ട് ഷോട്ട് അത്രയും ഹെവി പെർഫോമൻസ് അല്ല. അങ്ങനെ
സൂക്ഷിച്ച് അല്ല ഇതുവരെ ലുക്കിന് അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. നല്ലൊരു ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പരിപാടിയാണ്. ഒരു ഡാൻസ് പരിപാടികളൊക്കെ ഇല്ലേ, അതിന്റെ ഒരു വേറെ ടൈപ്പ് ഓഫ് പരിപാടി. എന്താ നവംബർ 14 എല്ലാരും ഇത് അവസാനിച്ചില്ല, തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ദൃശ്യ കൊറേ നാളായി ഞങ്ങളിങ്ങനെ പല പടങ്ങൾ വെയിറ്റിംഗ് ആണ്. അതിൽ ഫൈനലി ഞാൻ ഈ ട്രെയിലറിന്റെ താഴെ ഒരു കമന്റ് കണ്ടതാണ്, ഈ കുട്ടി അന്ന് ഇന്ന് ഒരുപോലെ ഇരിക്കുന്നത്. എത്ര വർഷമായി? അതെ, അത് വർക്കാ. അല്ല സത്യമാണ്. കാരണം അല്ല ലുക്കുക, ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ദൃശ്യനെ കാണാൻ മാത്രം ആകെ കിട്ടുന്ന ഒരു സൺഡേ ഒരു ടെക്കി. നിന്റെ ജിമ്മേറ്റ് ആണോ? ഷർണീഷ് എന്താ പേര്? സ്ക്രീൻ റെക്കോർഡോ? അപ്പൊ അത്രയും ഫാൻസ് ഉണ്ട്. അപ്പം ആ ഫാൻസ് ഒക്കെ പറയുവാണ് ദൃശ്യ അന്ന് ഇന്ന് ഒരുപോലെ ഇരിക്കും. ശരി, ഞാൻ എന്നാണോ വന്നത്? അല്ലല്ല, ദൃശ്യക്ക് എത്ര ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്യാത്ത തരത്തിൽപ്പെട്ട വലിയൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അല്ല എനിക്ക് ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേടിയാവുള്ളൂ. ഹോട്ടലിലെ റിസപ്ഷനിലുണ്ട് തെലുങ്കിന്നൊക്കെ ആൾക്കാർ വന്നുണ്ട്. സ്വാഭാവികം, ഉറപ്പായിട്ടും. തെലുങ്കൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട്. ദൃശ്യ ഫാൻസ് തെലുങ്ക് പേജുണ്ട് ഇൻസ്റ്റയില്. എല്ലാ തമിഴിലും ഒക്കെ ഇല്ല. അല്ല, നമ്മൾ അതിവികരണിലേക്ക് വരട്ടെ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ലുക്കുക്കാന്റെ പേരായിട്ടുള്ള പെർഫോമൻസും പേര് എങ്ങനെയായിരുന്നു ഈ കോംബോ ഒക്കെ? ലുക്കുക്കാന്നുള്ള ലുക്ക് ആക്കിയാൽ വേറൊന്നുമില്ല, ശീലിച്ചു പോയി. ഇങ്ങനെ വിളിക്കുന്ന വേറെ ആളുണ്ടേ, പറയണ്ട. അവളും കൂടെ അഭിനയിച്ചല്ലേ, ഞങ്ങളിവിടെ ഇതിലുണ്ടേ. അപ്പൊ ആളെങ്ങനെ ആള് വിളിക്കണോണ്ടല്ല, ലുക്കൂക്ക ലുക്കെന്ന് വെച്ചാൽ നമ്മൾ അറിയണല്ലേ നേരിട്ട്. പക്ഷെ പ്രായം നമ്മള് കുറച്ച് വ്യത്യാസമുണ്ട്. പ്രായത്തിന്റെ വ്യത്യാസം ഉറപ്പായും ലുക്കു ചേട്ടൻ ദൃശ്യ ചേച്ചിയും കൊടുക്കണം നമ്മള്. അതിന്റെ ജെൻസിയവ നോക്കണ്ട, തന്ത ജെൻസിയെ ഈ ബോധത്തിൽ ആവാൻ വേണ്ടിട്ട് ഇത് പഴയ മറ്റേ 90s ശ്രമമാണ്, 80s. അവിടുന്ന് പോയി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? മറന്നുപോയി. പടത്തിന്റെ അനുഭവം പറഞ്ഞു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യം? കാരണം മലയാളത്തിൽ കുറച്ചായി ഞങ്ങള് അങ്ങനെ ഒരു റോൾ പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി എനിക്ക് അതിഭീകര കാമുകൻ കമ്മിറ്റ് ചെയ്യുന്നതിന്റെ ആ ടൈമിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം കുറെ കാലം ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെയായിരിക്കും ആ ഒരു സംഭവം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ലൈക്ക് ഒരു ഇച്ചിരി ക്യാമറ ഷൈയും ഇച്ചിരി ഒരു ഇൻട്രോവേർട്ടാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് കുറേ ആൾക്കാർ കൂടി അറിയാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ ഇതാവുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പേടി എനിക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഇപ്പോൾ ലുക്കും ആയാലും ഭയങ്കര കംഫർട്ടബിളായിട്ട് ഭയങ്കര ഇതായിട്ടാണ് ചെയ്തത്. അങ്ങനെ വലിയൊരാളുടെ ഒപ്പം അഭിനയിക്കുക എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് എനിക്ക് അങ്ങനെ കിട്ടിയില്ല. പിന്നല്ല, മലയാളത്തില് ആണെങ്കിൽ തന്നെ തെലുങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഫാൻ ബേസ് ഉള്ള ഫാൻസ് അസോസിയേഷൻ. ലൈഫില് ഒരു തേപ്പ് കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലും എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സിനിമയിലുണ്ടോ? അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേറൊരു ജീവിതം. ഇത് വെച്ചാല് നമ്മളിപ്പോ എല്ലാരും ചിന്തിക്കും ഇത് നമ്മള് സ്ഥിരം കാണുന്ന പ്രണയകഥ എന്നുള്ളത് ചിന്തിക്കും. അങ്ങനെ എടുത്ത് പിടിക്കരുതെന്നൊരു കാര്യമുണ്ട്. അങ്ങനെ കാണേണ്ട ഒരു സാധനം അല്ല അത്. ഇതിനകത്ത് പ്രണയമുണ്ട്, പക്ഷെ എങ്കിൽ പോലും ആ പ്രണയത്തിനൊരു വേറൊരു എന്താ പറയാ ഒരു വേറെ സ്പേസ് ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് പറയാനും പറ്റുന്നില്ല, അതാണ് പ്രശ്നം. കാര്യങ്ങളുണ്ട്. ദൃശ്യ വളരെ കുട്ടിയാകുമ്പോലെ +1 +2 കാലത്ത് ഇൻഡസ്ട്രിയിലേക്ക് വന്ന് ഇപ്പൊ ഇത്രയും വർഷം നിൽക്കുമ്പോഴേ 28 വർഷം മുമ്പ് നിന്റെ റിയൽ വയസ്സ് ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കും, മിണ്ടാണ്ടിരുന്നു. കണ്ടിന്യൂ. വേഗം പറഞ്ഞോ. നേരത്തെ വന്ന് നന്നായി തോന്നുന്നുണ്ട്? അത്രയും ചെറിയ പ്രായത്തിൽ വന്ന് ഈ ഇൻഡസ്ട്രി ഒക്കെ മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി, നന്നായി തോന്നുന്നുണ്ടോ? ബെനിഫിറ്റ് ഉണ്ടോ? എല്ലാം മനസ്സിലായി. ഫീൽ ചെയ്ത് നോക്ക്. വന്നു കണ്ടു പോയി.
ഇപ്പൊ അവിടെ ഒരു വീട് വെക്കുന്നുണ്ട് പണ്ട് പോയ സ്ഥലത്ത്. അവിടെ താമസിക്കും അല്ലേ? അല്ല സീരിയസ്ലി അവിടെ അവളൊന്ന് സ്ട്രോങ് ആവും. ഈ പരിപാടികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതെ ഇപ്പോ അല്ല ഇപ്പൊ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഹാപ്പി വെഡിങ് ഇത് ഒരു ഫണ്ണി ഒരു സംഭവം ഉണ്ട്. ഇത് വിശ്വസിക്കൂല എന്നുള്ള അറിയില്ല. എന്റെ ജാതകത്തിൽ ആക്ച്വലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടിയാവുന്ന. അങ്ങനെയാ ആരത് പറഞ്ഞാളാ? പറഞ്ഞിട്ടില്ല. നമുക്കൊന്ന് പോവാനാണ് ചോദിക്കാണ്. അവരുടെ ഡയറക്ടറില്ലേ അങ്ങനെയൊക്കെ സിനിമയുടെ ഡയറക്ടർ നോക്കെ നീ എന്തായാലും നടിയാവുന്നു. അങ്ങനെയല്ല ജാതകം നോക്കണത് ആരാ? നിന്റെ വീട്ടിലെ ഡയറക്ടർമാരാണോ ജാതകം നോക്കുന്നത്? എനിക്ക് ജാതകമേ ഇല്ല. അല്ല അല്ലേ ഇങ്ങനെ ഒരാളെപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് പടത്തിനെ പറ്റി ചോദിക്കാം. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു 10 ദിവസം കൂടി സംസാരിച്ചിട്ട് പോകും കുറെ സമയം. പക്ഷെ എനിക്ക് തോന്നുന്നു കോളേജ് അല്ലല്ലോ. അപ്പൊ കുറച്ചുകൂടി അല്ല ആക്ച്വലി ഇവനും ഞാനും തമ്മിൽ ഒരു കോമ്പിനേഷൻസ് ഇല്ല. ഞാൻ അല്ല ഞാൻ അതാ ഓർത്തെ ബന്ധമില്ല. കുറച്ച് കോമ്പോ അതിന്റെ ഉണ്ടായിരുന്നു. കുറെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് 5 ദിവസം കുറേ ഫ്രണ്ട് ആണ് അല്ലെ? ഫ്രണ്ട് ആണ് റോള്. എങ്ങനെയാണ് ഇപ്രാവശ്യം മറ്റേ ഗുരുവായൂരൊക്കെ പോലെ ഇത്തിരി കുത്തിത്തിരിപ്പുള്ള ഫ്രണ്ടാണോ? അല്ല ഇത് ഭയങ്കര ഫ്രണ്ടാണ്. പക്ഷെ ഭയങ്കര ഹ്യൂമർ ബാലൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല. അല്ല ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ജെന്വിൻ കൂട്ടുകാരനാണ്. ഭയങ്കര എല്ലാ സ്ഥലത്തും ഉണ്ടാവും അങ്ങനെ ഒരു കൂട്ടുകാരൻ. പക്ഷെ ഭയങ്കര ഫണ്ണാണ്ടോ? ഫൺ ക്യാരക്ടർ തന്നെ. അങ്ങനത്തെ പരിപാടിയാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞ പോലെ ഹ്യൂമർ ഫോക്കസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല. പ്രതീക്ഷിക്കരുത്. അശ്വിന്റെ ആ റേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കരുത്. അത് അങ്ങനെയൊന്നല്ല. അതങ്ങനെ ജൈവി ആ കോമഡി പ്രതീക്ഷിക്കണ്ടെന്ന് വെച്ച് താഴ്ത്തി പറഞ്ഞതാണ്. അങ്ങനെയല്ല. സോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇത് പെർഫോം ചെയ്യാനും എല്ലാം കൂടി പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഇതും അത് പറഞ്ഞ അശ്വിനിയും ആൾക്കാർ എപ്പോഴും കാണാതല്ലാണ്ടുള്ള ഒരു ഇതുണ്ടാവും. എന്നാ ഫണ്ണുമാണ്, നല്ല എന്റർടൈനിങ് ആണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഈ പറഞ്ഞ പോലെ കുറെ കുടിയനാക്കി റൊമാൻറ്റിക് സീനൊക്കെ ചെയ്യിച്ചു. ഇപ്രാവശ്യം പശുവിനൊക്കെ എന്താ ക്ലീൻ ചെയ്യിക്കലും ചാണകം കോരാനും പാലർക്കും. ശരിക്കും എന്താന്ന് വെച്ചാല് ഈ ക്യാരക്ടർ അങ്ങനെയാ. വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും മോനും, അമ്മക്ക് മോനും മോനും അമ്മ എന്നുള്ള അവസ്ഥ. അപ്പൊ വീട്ടിലെന്താ പണി വെച്ചാൽ റേഷൻ കടയിൽ പോവാ. പശുവിന് സീസർ പണിയൊക്കെ. ഇത് ഇവരെ റിയൽ സ്റ്റോറി തന്നെ. സുജയ് ചേട്ടന്റെ റിയൽ സ്റ്റോറിയാണ്. സുജയ് ലുക്കുമാനെ ലുക്ക് ബ്രോ എന്നാ വിളിക്കുന്നത്. വിളിക്കണതാ. എന്നിട്ട് അവൻ തിരിച്ചു പറയണു സീസി ഇവിടെ ഇല്ലാത്തോണ്ട് ചേട്ടനാക്കി. അങ്ങനെ സീസി. അപ്പൊ പിന്നെ പേര് അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരുത്തനാണ്. റേഷൻ കടയിൽ പോകുമ്പോ അങ്ങനെയൊക്കെ ചെയ്യണ ഒരുത്തൻ. അമ്മനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുള്ളത് +2 ആണ് ഏറ്റവും വലിയ പഠനം, ഇനി കഴിഞ്ഞാൽ നേരെ ജോലിയാന്നൊക്കെ. അമ്മയോട് ധാരോ പറഞ്ഞിട്ട് ഇതൊക്കെ വെറുതെ പറയണം. അവന് വല്ല കോഴ്സ് പഠിക്കുന്നു. അങ്ങനെ ഒരു 6 വർഷത്തിന് ശേഷം കോഴ്സിന് പോവാ. 2 ഡയറക്ടേഴ്സ് വരുന്നു. സിസിയും ചേട്ടനും കൂടെയാണ്. എങ്ങനെയാ നിങ്ങള് ഒന്നിച്ചത്? പറഞ്ഞാണ്ടല്ലോ കാരണം ഇന്നത്തെ തല്ലിന്റെ ക്ഷീണം മോണിറ്റർ എടുത്ത് വലിച്ചെറിയുന്നു, രണ്ടാഴ്ച അഡ്മിറ്റ്. മുടി ഉണ്ടായിരുന്നതാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല. നമ്മള് മൊത്തത്തിൽ ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാ അതുപോലെ തന്നെയാണ്. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഇവര് ചർച്ച ചെയ്യാൻ വേണ്ടി തിരിച്ചു വരുമ്പോ ചോരൊക്കെ ഓക്കെ 1 more വേണം. അല്ല ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ്. ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയാ, രണ്ടുപേരും കൂടി ചെയ്യുമ്പോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരാൾക്ക് മാത്രമുള്ള ഒരു ഓക്കെ മാത്രമല്ലല്ലോ, രണ്ടുപേരും ഓക്കെ പറയണതാണ്. അപ്പൊ ഈ പടത്തില് എല്ലാം, അതായത് മോശമായാലും നല്ലതായാലും എന്ത് വന്നാലും ഇതിൽ നമ്മൾ പറയുമ്പോ ഒരു ഡബിൾ ഒപ്പീനിയൻ ആണ്, ഡബിൾ ചെക്ക് ആണ്. അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. അപ്പൊ അത് നമുക്ക് പറ്റും. ഈഗോ ഇല്ലാണ്ട് വർക്ക് ചെയ്യാന്നുള്ള ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. അതെ, കാരണം 2 ഒപ്പീനിയൻ ആണല്ലോ ഇപ്പൊ നമുക്ക്. അപ്പൊ 2 ഇൻപുട്സ് കിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റേതുള്ള ഒരു രീതികൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, മലയാളത്തിലും മുമ്പും ഇതുപോലെ അതെ. അപ്പൊ അത് ഞാൻ പറയണ. അപ്പൊ ഇതൊരു നല്ല സംഭവമാണ്, ഇതൊരു തുടക്കമാണ്. കുറച്ച് പടങ്ങളായല്ലോ ലെൻസ് വെക്കുന്നു.
ഏറ്റവും ആദ്യം വെച്ചത് ടിക്കറ്റ് ആക്കിയല്ല, ആണോ? പക്ഷെ അത് റിലീസ് Release ആയിട്ടില്ല, ആയിട്ടില്ല. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. കണ്ട പോലെ പിന്നെ അല്ല, പിന്നെ ഇതും ഇതന്നെ ഉള്ളൂ. ജോഷൊക്കെ വെച്ചിട്ടല്ലേ? ജോഷൊക്കെ വെച്ചില്ല. ഇതില് വെച്ചിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ടുണ്ട്. പ്രായം കുറയ്ക്കാനാണോ? അല്ലല്ല പ്രായം കുറയ്ക്കാൻ എന്റെ കണ്ണിന്റെ ഡെപ്ത് കൂടുതലായോണ്ട് അല്ല, ഇത് ആക്ച്വലി ഒരു കോളേജ് പരിപാടിയിലോട്ട് വരാനും ഒക്കെ കൂടിയിട്ടുള്ളതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതായിരുന്നു. അപ്പൊ നമ്മള് ഹെയർ വേണമെന്നും നല്ല ഹെയർ വേണമെന്നും അയക്കെന്ന് വെച്ചാല് ജിംഖാന കഴിയുമ്പോ ഹെയർ ഒക്കെ ഫുൾ കട്ട് കുറവാണ്. അപ്പൊ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തു. പിന്നെ വർക്ക്ഔട്ട് ചെയ്ത് ഞാൻ ഭയങ്കര ഫേസ് ഒക്കെ ഭയങ്കര ഇതായിട്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വരണം, കവിളൊക്കെ ഒന്ന് വരണം. കാരണം കുറച്ചൊരു ചബ്ബി വേണം നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു Fit ആയിട്ടുള്ള ഫിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. നാടൻ കോളേജ് ഗോയിങ് എന്ന് പറയുമ്പോൾ നാടൻ ഒരു കോളേജിലേക്ക് പോണ ഒരു പയ്യൻ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരാൾ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു സംഭവമാണ് അത്. നമുക്ക് അതുപോലത്തെ ഒരു ബോഡി ഫിറ്റിലെ ഒരു കിട്ടണം എന്ന് പറഞ്ഞപ്പോ ടൈം എടുത്തുണ്ട്. അതും പിന്നെ ഹെയറും നമുക്ക് ടൈം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടൈം എടുത്തു. അശ്വിൻ ഇപ്പൊ നമ്മൾ സുഡാനി പറഞ്ഞില്ലേ, അന്ന് ആ കരഞ്ഞ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കട്ട് ചെയ്ത് പോയിട്ട് എന്നുള്ള. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്ക്രീനിൽ കണ്ടത് എപ്പോഴാ? സ്വന്തം തിയേറ്ററിൽ പോയി കണ്ട കോഴിക്കോടുന്ന്? എങ്കിലും ചന്ദ്രിക. അത് അതേ തിയേറ്ററിൽ, അപ്സരയെ തന്നെ. അപ്സരയെ തന്നെ. ഫീൽ ഫ്രൈഡേയുടെ അവിടെ. അന്ന് കട്ട് ചെയ്ത് അറിഞ്ഞിട്ടില്ല. ഇല്ലല്ല, ഞാനന്ന് തിയേറ്ററിൽ ഒന്ന് ഇരുന്നൊക്കെ പോയതല്ലേ. ഞാൻ സുഡാനി ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷെ ഏതോ ഒരു ഷോട്ടില് നമ്മള് ബൈക്കിൽ പോകുമ്പോ ഞാൻ അവിടെ തിരിച്ചു നോക്കട്ടെ. അതെനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാനും അത് ആക്ച്വലി അതൊരു ഒരു 4 പേരുണ്ട് നാട്ടിലുള്ള. അതൊരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. അവര് ഒരു പണിക്കും പോലും ഒന്നിനും പോലും. ഇവരുടെ ക്ലൈമാക്സിൽ എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ക്ലൈമാക്സിൽ സുഡുവിനെ കൊണ്ടുപോകുന്നില്ലേ, ആ സമയത്ത് വരെ ആ 4 പേരുടെ ഇമോഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു സിനിമയിൽ. ഷൂട്ട് ചെയ്ത് വെക്കുകയും ചെയ്തത് നമുക്ക്. പിന്നെ ക്യാരക്ടർ സിനിമയിൽ ഒരു 6-7 സീനിലായിട്ട് വരുന്നുണ്ട്. ത്രൂ ഔട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിനകത്തൊരു മേജർ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വെട്ടണമെന്ന് തോന്നിയാൽ വെട്ടാൻ എളുപ്പമുള്ള ക്യാരക്ടർ അതായിരുന്നു. കാരണം അത് ഔട്ട് ഓഫ് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിന് പുറത്താണ്. പക്ഷെ എന്നാലും ഇപ്പൊ നിങ്ങളൊരു പടം ചെയ്തു, അത് തമ്മിൽ കളിച്ച് ചിരിച്ച് ഭയങ്കര ഹാപ്പി. ഉറപ്പായിട്ട് എന്നെക്കാളും പ്രായമുണ്ട്. അപ്പൊ നിർത്തടാ. എന്റെ ബ്രദർ എന്നുള്ള സാധനത്തിന് അടുത്ത സുഹൃത്തുക്കളാണ്. ഇങ്ങനെയൊക്കെ ഒരു സാധനം അല്ല, അടുത്ത സുഹൃത്ത് എന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ പോലും ഇതിന്റെയൊക്കെ ഉള്ളില് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റെസ്പെക്ട് ഉണ്ട്. യെസ്, ആ സാധനം അത് ഉറപ്പായിട്ടുണ്ട്. കാരണം ഇപ്പോഴല്ലേ നമ്മൾ കണക്ട് ആവുന്നത്. ഒരു സമയം തൊട്ടേ നമ്മൾ സിനിമ മോഹിക്കുന്ന പലരും ഇവന്റെ വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇവൻ നമ്മൾ അതേപോലെ ചാൻസ് സ്ട്രഗിൾ ചെയ്ത് വന്നതുകൊണ്ട് ഇവന്റെ കൂടെ ഇപ്പൊ ഒരുപാട് പേരുണ്ട് എന്നെ പോലെ ഇവന്റെ കൂടെ ഒരു സീൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന. അവർക്ക് മുമ്പിലും അല്ലെങ്കിൽ ഞാൻ ഓടി വന്ന എന്നെ റിജക്ട് ചെയ്തവരൊക്കെ മുമ്പിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഉള്ളിന്റെ ഉള്ളിൽ. കാരണം ഞാൻ ഇവന്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളതിനപ്പുറം ഒരു നല്ല റിലേഷൻഷിപ്പ് നിലനിർത്തി പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഹർഷദാക്ക പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മ വന്നതാ. ലുക്കുന്റെ വളർച്ച ലുക്കുന്റെ എഫേർട്ടാണ്, അല്ലാതെ ഞങ്ങൾ ആരും അവനെ വളർത്തിയതല്ല. ഈ എറണാകുളത്ത് നിന്ന് സൗഹൃദങ്ങൾ ഉണ്ടാക്കി അതിലും എല്ലാവർക്കും അങ്ങനെ ആ സൗഹൃദം എപ്പോഴും പിടിച്ചു കൊണ്ട് നടക്കാൻ പറ്റില്ല. അതിലത്രയും സ്റ്റിക്ക് ഓൺ ചെയ്ത് എന്നാൽ എഫേർട്ട് ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. സിനിമയിൽ സൗഹൃദങ്ങളില്ല അല്ലെങ്കിൽ പെർമനന്റ് ആയി അങ്ങനെ ഒന്നും ഇല്ല എന്ന് എപ്പോഴും പറയും. ഇതൊക്കെ എന്താ തോന്നി? അല്ല, എല്ലാം സിനിമക്ക് സൗഹൃദം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. സൗഹൃദം കൊണ്ട് മാത്രം സിനിമ നടക്കുകയും ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകാനും പറ്റില്ല. എഫേർട്ട് വേണം. നമ്മുടെ സിനിമകൾ നന്നാവണം, നമ്മൾ നന്നാവണം. കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതില്. പക്ഷെ അർഷദക്ക് അത് പറയുന്നത് എന്താ വെച്ചാൽ അർഷദക്ക് വെറുതെ പോയി. കാരണം എന്താ വെച്ചാൽ അർഷദക്ക് അതിന് പ്രധാന കാരണം തന്നെയാണ്. ഞാൻ എല്ലായിടത്തും അർഷദക്ക, മൂസിൻ ബലാദി, റഹ്മാൻ ഖാലിദ്, ആഷഫ് അങ്ങനെ പറഞ്ഞോണ്ട് ഞങ്ങളൊന്നല്ല, അവൻ തന്നെ എന്നുള്ളത് പറയണാണ്. പക്ഷെ അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, അതിപ്പോ എനിക്കും അനുഭവമുണ്ട്. ഞാൻ ലുക്കുക്ക ഓപ്പറേഷൻ ജാവേന്റെ സമയത്ത് തൊട്ട് പരിചയമുള്ള. പക്ഷെ നമുക്ക് ലുക്മാൻ ഇങ്ങനെ വളരുന്നുണ്ട്, നമുക്കൊരു മടിയാണ് സംസാരിക്കാനും. പക്ഷെ ലുക്കൊക്കെ ഇപ്പോഴും എവിടെയും കണ്ട ഓടി വരുന്ന ഒരാളായിട്ട് നിൽക്കുമ്പോ നമുക്ക് അതിലൊരു കൗതുകം. അല്ല, അങ്ങനെ ഒരു സാധനമുണ്ട്. ഒന്നും പറയില്ലേ, ഞാൻ പോട്ടെ. ഈ 3 സീറ്റ് സെപ്പറേറ്റ് ഒന്നും അത് ജോൺസണിൽ സ്റ്റക്കാ. ബാക്കി ഈ സെറ്റിലോ പാലക്കാടിന്റെ ചൂടിലും സോണോട്ട് ആവുമായിരുന്നു. ഇങ്ങനെ ഇരിക്കും എന്റേതായ ചിന്തകളിലോട്ടൊക്കെ. വേറൊരു എവിടെ ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, യു കാൺ ഗോ ഔട്ട്സൈഡ് യു ഷുഡ് ഗോ ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഞാൻ എന്റേതായ ഒരു ലോകത്ത് അങ്ങനെ ഒരു
മലയാളത്തില് കുറച്ച് സിനിമ സെലക്ട് ചെയ്ത് ചെയ്താൽ മതി എന്ന് ഡിസൈഡ് ചെയ്താണോ? ഞാൻ തെലുഗുലായാലും ചെയ്തിരുന്നു. അല്ല, സിനിമ ചെയ്തിട്ടുള്ളൂ. മലയാളത്തിലേക്ക് പക്ഷെ ഇപ്പൊ ഇത്രയും വർഷത്തിന്റെ ഇടയിലെ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി, പഠിത്തമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെ എനിക്ക് ഒരു വൈബ് തോന്നുമ്പോ ചെയ്യാം. അങ്ങനത്തെ ഒരു ടീമാണ് ഞാൻ. അതൊരു വെറൈറ്റി അഭിപ്രായം. ഞാൻ ഇന്ന് വരെ ദൃശ്യം അങ്ങനെ ഭയങ്കര ഇത് കഴിഞ്ഞ് അടുത്ത സിനിമ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ. സത്യമായിട്ട് ഇഷ്ടപ്പെട്ടാ വേറെ പ്രഷർ ഇല്ലാട്ട് ഓരോ ടെൻഷൻസ് എന്തൊക്കെയാണെന്നറിയോ? നാളെ ഇവിടെ പോകുന്നുണ്ട്, ഞാൻ എന്തൊക്കെ കൊണ്ടുപോവാ, ഈ ഡ്രസ് ഇട്ട ശരിയാവോ, ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, ഇതൊക്കെയാണുള്ള മേജർ ടെൻഷൻ. ബ്ലെസ്സിംഗ് അല്ലേ ഇത്? തീർച്ചയായിട്ടും നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെ നിക്കണം എന്നുള്ളൊരു സാധനല്ലേ. ഒന്നുമില്ല, ഇത് കഴിഞ്ഞ നേരം വീട്ടിൽ പോയി ഇനി അടുത്ത പടം വരുമ്പോ നമ്മളെ വീട് ഒരു സ്വർഗ്ഗമാണ് സത്യം പറഞ്ഞാൽ. അതെന്താ വീട്ടിൽ വന്നിട്ടില്ലല്ലോടാ. വീട്ടിൽ വരണോന്നില്ലല്ലോ നീ പറഞ്ഞത്. എന്റെ വീടിന്റെ അകത്തൊക്കെ ഇമാജിൻ ചെയ്തിട്ട് അല്ല, ഞാൻ പറഞ്ഞത് നിന്റെ വീട് പണിത് വെച്ചേക്കുന്നതിന്റെ സ്ട്രക്ചർ അല്ല, കേക്കട്ടെ. അച്ഛനും അമ്മയും നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. നീ എന്റെ അച്ഛനായിട്ട് സംസാരിച്ചിട്ടില്ലേ? ഈശ്വര, ഇത് വല്ലാത്തൊരു കോമ്പോ ആണ്. ഫേക്ക് ആണ് ഗൈസ്. നമ്മുടെ ലൊക്കേഷനിൽ വരുന്ന ഇവളോട് എപ്പോഴും ഉണ്ടാവും അവളുടെ അമ്മ. എന്നിട്ട് ഇവളെക്കാൾ ഭയങ്കര ഇതാണെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും അമ്മ. കാരണം അമ്മ നമ്മളായിട്ട് ഓരോരുത്തരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്ന രീതി നമ്മളെയൊക്കെ ഇങ്ങനെ ഇതാക്കും, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഒറ്റക്ക് പോയി കുഴിയിൽ വീഴും, ഷൂട്ട് നടന്നോണ്ട് ഒരു സൗണ്ട് ഇങ്ങനെ മതില് പിടിച്ച് ഷൂട്ട് ചെയ്യാൻ പോയതാ. ആക്ച്വലി അമ്മ ഭയങ്കര ലൈക്ക് എന്താ ഭയങ്കര കിഡിഷാ, സൂപ്പർ ക്യാരക്ടറാ. ഭയങ്കര ഇന്നസെന്റ് ആണ് എന്റെ അമ്മ. അതായത് അമ്മ ഭയങ്കര ലൈക്ക് ഇന്നസെന്റാ. അപ്പൊ എനിക്കിപ്പോ എന്റെ അമ്മയാണെങ്കിലും പോലും എനിക്ക് ഇടയ്ക്ക് അയ്യോ പാവം തോന്നും ചെറിയ അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലം കാണാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നീ പറഞ്ഞു ഞാൻ കരയണം, ഞാൻ തോൽവിയായിരിക്കണം. പോടാ, ഈ കോമ്പോ അടുത്ത പടത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ടീമിലാ? ഇന്ത്യൻ ടീമിലല്ലല്ലോ, ഇന്ത്യൻ കളിച്ചല്ലേ? ഇല്ല, ഫുട്ബോൾ ഗംഭീര ഫുട്ബോൾ പ്ലെയറാ. ഉണ്ട്, പടത്തിൽ കളിക്കുന്നുണ്ട്. ഈ പടത്തിലുണ്ടോ? അത് കട്ട് ചെയ്തില്ലല്ലേ? അല്ല, എനിക്ക് ഫുട്ബോൾ എനിക്ക് കളിക്കാൻ ഇഷ്ടം. പണ്ട് ഏർപ്പാടിലൊക്കെ നടക്കുന്ന സമയത്ത് അന്നെ എപ്പോഴാ ലുക്കോ സിനിമ കാണാൻ പറ്റുക, ഈ എപ്പോഴാ സിനിമയിൽ വരിക എന്ന് ചോദിച്ചിരുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ? അതിന്ന് ഇപ്പൊ നാട്ടിൽ പോകുമ്പോ എന്താ കേൾക്കുന്നത്? അല്ല, എന്നോട് അങ്ങനെ അങ്ങനത്തെ ചോദ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നാട്ടിൽ പോകാറില്ല. നാട്ടിൽ പോകാൻ പറ്റില്ല, പോകാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. പിന്നെ ഞാൻ ഇതിന്റെ പുറകിൽ നടക്കാന്ന് ഞാൻ എന്റെ വീട്ടുകാരെ ഉമ്മക്ക് മാത്രമേ അറിയണ്ടായിരുന്നു, അതും കുറച്ച് കഴിഞ്ഞിട്ട് അറിയാം. പിന്നെ നാട്ടുകാർക്ക് എന്റെ നാട്ടിലെ ഫ്രണ്ട്സിനോട് പോലും പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് ചെറിയ റോളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇവര് കുറച്ച് പേരൊക്കെ നോട്ടീസ് ചെയ്തത്. നാട്ടിലൊന്നും എല്ലാവരും വലിയ അങ്ങനെ കുറെ ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടില്ല. അവരോട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതൊന്നുമില്ല, അത് എന്റെ ഒരു സുഹൃത്തുക്കളെ പടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചാൻസ് വന്നപ്പോ അവര് വെറുതെ വിളിച്ചപ്പോ നിർബന്ധിച്ചിട്ട് പോയതാണ്. ഞാനതൊന്നല്ല, ഇപ്പൊ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോണം. കാരണം എനിക്കറിയാം ഇത് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാളെ ഒരു കളിയാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പൊ പോകുമ്പോ എനിക്ക് കോൺഫിഡന്റോട് കുറച്ച് കോൺഫിഡന്റോട് പോവാം. അപ്പൊ അതിഭീകര കാമുകന് എല്ലാവിധ ആശംസകളും 14th തിയേറ്ററിൽ നിന്ന് കാണാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.